പ്രിയപ്രേക്ഷകരെ, നമ്മളൊരു വലിയ വാർത്തയിലേക്ക് പോവുകയാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കിഫ്ബിയിൽ നിർണായക തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നു. അനുമതി നൽകിയ പദ്ധതികൾക്ക് പണം നൽകില്ല. നിർമ്മാണവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന അനുമതി ലഭിച്ചവരെ അറിയിക്കും. നിലവിൽ പുരോഗമിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കും. സാമ്പത്തികമടക്കമുള്ള എല്ലാ സഹായവും മുൻപത്തേതുപോലെ തന്നെ നൽകും. അനുമതി തേടി കിഫ്ബിക്ക് മുന്നിലുള്ള ഫയലുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. റഹീസ് റഷീദും ടി വി പ്രസാദും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം റഹീസിലേക്ക്. റഹീസ, കിഫ്ബിയെ കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല എന്നുള്ളതാണ് ഇടതുപക്ഷം ഇന്നലെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് തുടരും, അവസാനിപ്പിക്കില്ല. പക്ഷേ ഈ നിലയ്ക്ക് തുടരില്ല എന്ന് UDF വ്യക്തമാക്കുകയും ചെയ്യുന്നു. കാരണം കിഫ്ബി അവരെല്ലാ കാലത്തും തുറന്നെതിർത്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ അനുമതി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത് തുടങ്ങാത്ത പദ്ധതികൾ തുടങ്ങേണ്ടതില്ല. ഇപ്പോൾ നിർമ്മാണം തുടരുന്ന പദ്ധതികൾ അത് തുടരുമെന്നുള്ള തീരുമാനത്തിലേക്ക്, അതായത് കിഫ്ബി ഒരു സ്വാഭാവിക അവസാനത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മധു, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇതിൽ അല്പസമയം മുമ്പ് തോമസ് ഐസക് നമ്മളോട് പറഞ്ഞതാണ് ഇതിനകത്തെ രാഷ്ട്രീയം. അതായത് കിഫ്ബി പദ്ധതി 35,000 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്ന് ധവളപത്രത്തിൽ പറയുകയും കിട്ടുന്ന അവസരത്തിലെല്ലാം കിഫ്ബി പദ്ധതി നല്ലതല്ല, അത് തെറ്റായ രീതിയാണെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞതിനും ശേഷം ആ പദ്ധതിയുമായി UDF സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകും എന്നതായിരുന്നു സർക്കാരിന് മുന്നിലുള്ള ചോദ്യം. അതിൽ രാഷ്ട്രീയ തീരുമാനം സർക്കാർ തലത്തിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം 3 തരത്തിലാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട സർക്കാരിന് റോളുകളുള്ളത്. അല്ലെങ്കിൽ കിഫ്ബി പദ്ധതിയുമായി കോൺട്രാക്ടർമാരും കിഫ്ബിയും തമ്മിലുള്ള റോള് 3 കാര്യത്തിലാണ്. ഒന്ന്, കിഫ്ബിയുടെ പദ്ധതി പല പദ്ധതികൾക്കും ഇതിനകം തന്നെ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇനി അതായത് അനുമതി കൊടുത്തു, നടപടിക്രമങ്ങൾ തുടങ്ങാൻ പൈസയും മറ്റും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കാറ്റഗറിയിൽ നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊന്നും ഇനി മുന്നോട്ട് പോവില്ല. അതായത് അനുമതി കിട്ടി എന്ന് വെച്ച് ആ പദ്ധതികളുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെ സർക്കാർ എടുക്കുന്നു. അതായത് ആ പദ്ധതിക്ക് പണം ഇനി വകയിരുത്തില്ല, ഒരു പണവും നൽകില്ല. അനുമതി കിട്ടി എന്നത് കയ്യിൽ ഒരു പേപ്പറായിരിക്കും എന്ന് മാത്രമേ അതിന്റെ ഗുണഭോക്താക്കളായ MLA-മാർക്കും അല്ലെങ്കിൽ കോൺട്രാക്ടർമാർക്കും അതുകൊണ്ട് കാര്യമുള്ളൂ. മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് നിലവിൽ നിർമ്മാണം തുടങ്ങി പല സ്റ്റേജിൽ നിൽക്കുന്നത്. ചിലപ്പോൾ തുടങ്ങി കുറച്ച് ഭാഗമായിട്ടുണ്ടാവും, ചിലപ്പോൾ അവസാനിക്കാറായിട്ടുണ്ടാവും, ചിലപ്പോൾ പകുതി ഭാഗമൊക്കെ ആയിട്ടുണ്ടാവും. ആ പദ്ധതികളെല്ലാം പൂർത്തിയാക്കും. കാരണം നിയമപരമായി ആ പദ്ധതികളൊക്കെ തുടങ്ങുന്നത് കോൺട്രാക്ടർമാരുമായിട്ടുള്ള കോൺട്രാക്ടിന്റെയും നിയമപരമായ പിൻബലത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. എന്ന് മാത്രമല്ല, ഒരു പദ്ധതി, ഉദാഹരണത്തിന് ഒരു പാലം പറഞ്ഞാൽ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ പകുതിയായി നിൽക്കുന്നു എന്ന് കരുതുക. ആ പാലം പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് ഇപ്പോഴുള്ള സർക്കാരിന് അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾക്ക് ഇടയിൽ സർക്കാരിനെതിരായ വികാരമുണ്ടാക്കും. എന്ന് മാത്രമല്ല, പല പദ്ധതികളും UDF-ന്റെ MLA-മാരുള്ള നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട്. അതുകൊണ്ട് ആ പദ്ധതികളെല്ലാം മുൻപത്തെ സർക്കാർ എങ്ങനെയായിരുന്നോ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ പൂർത്തിയാക്കും. പണം നൽകും, മറ്റെല്ലാ സഹായങ്ങളും നൽകും. ഇനിയുള്ളത് നിരവധി ഫയലുകൾ അനുമതി തേടി കിഫ്ബിയുടെ മുമ്പിലുണ്ട്. ആ ഫയലുകളിലൊന്നും ചെയ്യേണ്ട എന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകി. അതായത് ആ ഫയലുകൾ നമ്മൾ ചുവപ്പ് നാടയിൽ കുടുങ്ങി എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മാധു പറഞ്ഞ വാക്കായിരിക്കും ഉപയോഗിക്കേണ്ടത്. സ്വാഭാവികമായ ഒരു പതനമാണ് കിഫ്ബിയെ കാത്തിരിക്കുന്നത്. ടി വി പ്രസാദ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. പ്രതിപക്ഷം പക്ഷെ വലിയ വിമർശനത്തിലേക്ക് കടന്നു പോകുമെന്നതിൽ സംശയമില്ല. കിഫ്ബിയാണ് പോയ 19 വർഷത്തേക്കാൾ കൂടുതൽ കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കിയത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. പോയ 10 വർഷം നമുക്കറിയാം ബജറ്റിൽ നിന്ന് പണം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പുറത്ത് പണം കണ്ടെത്തി അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കിഫ്ബി ആവിഷ്കരിച്ചതും നടപ്പിലാക്കാൻ തീരുമാനിച്ചതും. അതിനൊരു അന്ത്യം വരുന്നു. അത് UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ വരുന്നു എന്നതിനെ സ്വാഭാവികമായും പ്രതിരോധിക്കും ഇടതുപക്ഷം. ഗുഡ് മോർണിംഗ് മാധു. ഉറപ്പായും പ്രതിപക്ഷം അത് ചെയ്യും. കാരണം പ്രതിപക്ഷത്തിന്റെ മുമ്പത്തെ ഭരണപക്ഷത്തിന്റെ അഭിമാന പദ്ധതിയായിരുന്നു കിഫ്ബി എന്നുള്ളത്. പക്ഷേ ഭരണത്തിലേറി ആദ്യ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്ന ധവളപത്രത്തിലൂടെ കിഫ്ബി എന്നത് ഒരു സമാന്തര അധികാര കേന്ദ്രമായിരുന്നു എന്ന് പറയാനാണ് ഭരണപക്ഷം പ്രധാനമായും ഉദ്ദേശിച്ചത്. മാത്രമല്ല, ഒരു സമാന്തരമായ ഭരണ സംവിധാനത്തിലേക്ക്
കിഫ്ബി പോയതോടുകൂടി തന്നെ അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കേന്ദ്രമായി എന്ന ആരോപണം തന്നെയാണ് ഇപ്പോഴത്തെ ഭരണപക്ഷം അത് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കിഫ്ബിയിൽ ആകെ നടപ്പിലാക്കിയ പദ്ധതിയുടെ 20% പോയത് കണ്ണൂർ ജില്ലയിലേക്കാണ്. അതൊരു പ്രത്യേക താല്പര്യത്തിന്റെ ഭാഗമാണ് എന്ന് കൃത്യമായി പറയുന്നുമുണ്ട് കഴിഞ്ഞ ധവളപത്രത്തിൽ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നേരത്തെ റഹീസ് വിശദീകരിച്ചതുപോലെ തുടങ്ങിയ പദ്ധതികൾ, പാതി വഴിയിലായ പാലങ്ങൾ, നിലയെത്താത്ത കെട്ടിടങ്ങൾ, പാതി വഴിയിലുള്ള റോഡുകൾ, അത് പൂർത്തിയാക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം കോടികൾ അതിനുവേണ്ടി ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തുക കൂടി അതിന് നൽകും. അതിനുവേണ്ടിയുള്ള തുക കണ്ടെത്താൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ധന സെസ് നിലവിൽ പൂർണ്ണമായി കിട്ടുന്നത് കിഫ്ബിക്കാണ്. മോട്ടോർ വാഹന നികുതിയിൽ കിട്ടുന്ന 50% കിട്ടുന്നത് കിഫ്ബിക്കാണ്. അതുകൊണ്ടായിരിക്കണം അത് ഒരുപക്ഷെ പ്രതിപക്ഷം അത്രയേറെ വിമർശിച്ച ഇന്ധന സെസ് കുറയ്ക്കേണ്ടതില്ല എന്ന തീരുമാനം ഈ ബജറ്റിൽ എടുക്കാനുള്ള കാരണവും. എന്തായാലും 30,000 കോടിയിലേറെ രൂപയുടെ ബാധ്യത നിലവിൽ കിഫ്ബിയുടെ ഓൺഗോയിങ് പ്രൊജക്ടിന്മേലുണ്ട്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ നേരത്തെ മാധു പറഞ്ഞതുപോലെ സ്വാഭാവിക മരണത്തിലേക്ക് കിഫ്ബിയെ തള്ളിവിടുമെന്ന കാര്യം ഉറപ്പാണ്. ഈ സർക്കാർ, നിലവിലുള്ള സർക്കാർ പറയുന്നത് കിഫ്ബിക്കെടുത്ത വായ്പകളുടെ പലിശ അത് സാധാരണ വായ്പാ പലിശയിൽ എത്രയോ കൂടുതലാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായി കണ്ടത് മാധവും, ഈ ബജറ്റ് പരിശോധിച്ചാൽ 1 കോടി ഇന്ന കെട്ടിടത്തിന്, 5 കോടി ഇന്ന പാലത്തിന്, 10 കോടി ഇന്ന റോഡിന് എന്ന് നമ്മൾ കേൾക്കാറില്ല. അത് പൂർണ്ണമായും കിഫ്ബിക്ക് കീഴിലായിരുന്നു എങ്കിൽ അത് തിരിച്ചു വരുന്നതാണ് ഇന്നലെ നമ്മൾ ബജറ്റിൽ കണ്ടത്. റോഡുകൾക്കും പാലങ്ങൾക്കും കെട്ടിടങ്ങൾക്കും വ്യത്യസ്തമായി തുക നീക്കിവെക്കുന്നു. അതായത് ഇനി കിഫ്ബി എന്ന് പറഞ്ഞ് ഒന്നിച്ചുള്ള സംവിധാനമില്ല, പകരം വീതിച്ചു കൊടുത്ത് വികേന്ദ്രീകൃതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷം ഇതിനെ എന്ത് വില കൊടുത്തും എതിർക്കും. പക്ഷെ ആ എതിർക്കുന്ന സമയത്ത് എന്താണ് പറയാൻ കഴിയുക എന്നുള്ളതാണ് ഭരണപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. രാഹിസ് റഷീദും ടി വി പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയ പ്രേക്ഷകരെ, ഒരുപക്ഷെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയം തന്നെയായിരിക്കും UDF സർക്കാരിന്റെ ഈ തീരുമാനമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് കിഫ്ബിയിൽ ഇപ്പോഴത്തെ ഓൺ ഗോയിങ് പ്രോജക്ട്സ് മാത്രമായിരിക്കും മുന്നോട്ട് പോവുക. ഇപ്പോൾ അനുമതി മാത്രമായി നിൽക്കുന്നത് അനുമതി പേപ്പറായി തന്നെ നിലനിൽക്കും. ഇനി പുതിയ പ്രോജക്റ്റുകൾക്ക് കിഫ്ബിയിലൂടെ അനുമതി ഉണ്ടാവുകയുമില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.